നമസ്കാരം. പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ജനരോഷം പാക് അധീന കശ്മീരിൻ്റെ തെരുവുകളിൽ വൻ പ്രക്ഷോഭമായി ആളിപ്പടരുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. പാക് അധീന കശ്മീർ അഥവാ പാകിസ്ഥാൻ വിളിക്കുന്ന ആസാദ് ജമ്മു കാശ്മീർ എന്നത് പ്രധാനമന്ത്രിയും പ്രസിഡന്റും നിയമസഭയും അടങ്ങുന്ന ഒരു സ്വതന്ത്ര ഭരണകൂടമാണ് എന്നാണ് ഇസ്ലാമാബാദ് ലോകത്തിന് മുന്നിൽ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ സ്വയംഭരണ അവകാശവാദങ്ങൾക്ക് പിന്നിൽ തികച്ചും വിഭിന്നമായ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് നിലനിൽക്കുന്നത്. കടലാസിൽ മാത്രം സ്വയംഭരണമുള്ള ഒരു പ്രദേശമായി നിലനിർത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമാബാദിലെ പാക് ഭരണകൂടവും റാവൽപിണ്ടിയിലെ പാക് സൈന്യവും അവിടുത്തെ ഭരണത്തിലും പ്രാദേശിക കാര്യങ്ങളിലും പൂർണ്ണ നിയന്ത്രണം പുലർത്തുകയാണ് ചെയ്യുന്നത്. സ്വന്തമായി സർക്കാരുണ്ടെന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ എന്തിനാണ് ഈ പ്രദേശത്ത് ശക്തമായി ഇടപെടുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പ്രദേശത്തിൻ്റെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രവും പാകിസ്ഥാൻ്റെ സൈനിക രാഷ്ട്രീയ താൽപ്പര്യങ്ങളുമാണ്. പാക് അധിനിവേശ കശ്മീരിലെ യഥാർത്ഥ അധികാരം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രാദേശിക സർക്കാരിനല്ല, മറിച്ച് ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആസാദ് ജമ്മു കശ്മീർ കൗൺസിലിനാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി അധ്യക്ഷനായ ഈ കൗൺസിലാണ് പ്രദേശത്തെ നികുതി വിരവ്, സാമ്പത്തിക നയങ്ങൾ, വിഭവങ്ങളുടെ വിതരണം, സുരക്ഷ തുടങ്ങിയ നിർണായകമായ വിഷയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. പ്രാദേശിക നിയമസഭയ്ക്ക് പരിമിതമായ അധികാരങ്ങൾ മാത്രമാണുള്ളത്. ഇസ്ലാമാബാദിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഈ ഭരണകൂടത്തിന് ഒരിക്കലും സാധിക്കില്ല. ഭരണഘടനയനുസരിച്ച് പാകിസ്ഥാൻ്റെ കശ്മീർ നയത്തോട് വിയോജിക്കുന്നവർക്കോ കശ്മീരിൻ്റെ സ്വതന്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നവർക്കോ അവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും അവകാശമില്ല. ഈ തരത്തിൽ ജനാധിപത്യപരമായ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി അടിച്ചമർത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ അവിടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാമ്പത്തികവും വിഭവപരവുമായ ചൂഷണമാണ് പാകിസ്ഥാൻ അവിടെ നിരന്തരം ഇടപെടുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. പാക് അധീന കശ്മീരിലെ ജലവിഭവങ്ങളും നദികളും ഉപയോഗിച്ച് പാകിസ്ഥാൻ വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എങ്കിലും ഇതിൻ്റെ പ്രയോജനം പ്രദേശവാസികൾക്ക് ലഭിക്കുന്നില്ല. മംഗള ഡാം, നീലം ജംഗ്ലം ജലവൈദ്യുത പദ്ധതികൾ എന്നിവ വഴി വൻതോതിൽ ഊർജം പാകിസ്ഥാനിലേക്ക് കടത്തിക്കൊണ്ടുപോകുമ്പോൾ പ്രാദേശിക ജനവിഭാഗങ്ങൾ കടുത്ത വൈദ്യുതി ക്ഷാമവും അമിത നിരക്കുമാണ് നേരിടുന്നത്. തങ്ങളുടെ വിഭവങ്ങൾ പാകിസ്ഥാൻ സൗജന്യമായി അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിൽ ഉപയോഗിക്കുകയും തങ്ങൾക്ക് അമിതമായ നികുതി ചുമത്തുകയും ചെയ്യുന്നുവെന്ന കടുത്ത അമർഷം ജനങ്ങൾക്കിടയിലുണ്ട്. ഇത്തരം സാമ്പത്തിക ചൂഷണങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന ജനകീയ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനാണ് പാക് സൈന്യവും അർദ്ധ സൈനിക വിഭാഗങ്ങളും പ്രദേശത്തേക്ക് നേരിട്ട് ഇടപെടുന്നത്. ഭൂരാഷ്ട്രീയപരവും സൈനികപരമായും പാകിസ്ഥാൻ ഇത് തന്ത്രപരമായ പ്രദേശമാണ്. ഭാരതത്തിനെതിരെയുള്ള പ്രോക്സി യുദ്ധങ്ങൾക്കും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും അടിത്തറയിടാൻ ദശാബ്ദങ്ങളായി പാകിസ്ഥാൻ ഈ മണ്ണ് ഉപയോഗിക്കുന്നു. നിരവധി ഭീകരവാദ ക്യാമ്പുകളാണ് പാക് സൈന്യത്തിൻ്റെ സംരക്ഷണയിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. കൂടാതെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി കടന്നുപോകുന്നത് പാക് അധിനിവേശ കശ്മീരിലൂടെയാണ്. ചൈനയുടെ വൻകിട നിക്ഷേപങ്ങൾ സംരക്ഷിക്കേണ്ടത് പാകിസ്ഥാൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് അനിവാര്യമായതിനാൽ പ്രദേശവാസികളുടെ എതിർപ്പുകളെ അവഗണിച്ച് സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്താൻ പാകിസ്ഥാൻ നിർബന്ധിതരാകുന്നു. ഇപ്പോൾ പ്രദേശത്ത് അലയടിക്കുന്ന വൻ ജനകീയ പ്രക്ഷോഭങ്ങൾ ഈ വ്യാജ സ്വയംഭരണത്തിൻ്റെ മുഖം മൂടി പൂർണ്ണമായും വലിച്ചു കീറിയിരിക്കുകയാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രാദേശിക സർക്കാരിന് യാതൊരു സ്വതന്ത്ര അധികാരവുമില്ലെന്നും എല്ലാ തീരുമാനങ്ങളും പാക് ഭരണകൂടവും സൈന്യവുമാണ് എടുക്കുന്നതെന്നും അവിടുത്തെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം. അതിനാലാണ് റാവലാക്കോട്ടിലും മുസഫറാബാദിലും നടക്കുന്ന സമരങ്ങളിൽ ജനങ്ങൾ നേരിട്ട് ഇസ്ലാമാബാദിനെതിരെയും പാക് സൈന്യത്തിനെതിരെയും വിരൽ ചൂണ്ടുന്നത്. ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളെ പോലീസിനെയും സൈന്യത്തെയും ഉപയോഗിച്ച് ക്രൂരമായി അടിച്ചമർത്തുമ്പോൾ ലോകത്തിനു മുന്നിൽ പാകിസ്ഥാൻ പ്രചരിപ്പിച്ചിരുന്ന സ്വതന്ത്ര കശ്മീർ എന്ന വാദം വെറും രാഷ്ട്രീയ നാടകം മാത്രമായിരുന്നുവെന്ന് വ്യക്തമാകുന്നു. 80കളിലും 90കളിലും ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളെ അസ്ഥിരപ്പെടുത്താൻ പാകിസ്ഥാൻ ഏജൻസികളും പള്ളികളിലെ ലൗഡ് സ്പീക്കറുകളും ഉപയോഗിച്ചിരുന്ന അതേ തന്ത്രങ്ങൾ ഇപ്പോൾ അതിർത്തിക്കപ്പുറത്ത് പാക് ഭരണകൂടത്തിനെതിരെ തന്നെ തിരിച്ചടിക്കുകയാണ്. പാക് സൈന്യത്തിൻ്റെയും ചാരസംഘടനയായ ISIയുടെയും അതിക്രമങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും എതിരെ മുസഫറാബാദിലെയും റാവലാക്കോട്ടിലെയും മസ്ജിദുകളിൽ നിന്ന് തന്നെ ഇപ്പോൾ ജനകീയ പ്രതിഷേധത്തിനുള്ള ആഹ്വാനങ്ങൾ ഉയർന്നു കേൾക്കുന്നു.
മുൻപ് ഭീകരവാദവും അശാന്തിയും കയറ്റി അയക്കണം പ്രയോഗിച്ച മണ്ണ് ഇന്ന് സ്വന്തം അവകാശങ്ങൾക്കായി പോരാടുന്ന ജനതയുടെ പ്രക്ഷോഭ ഭൂമിയായി മാറിയെന്നത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ്. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വൻ ജനകീയ പ്രക്ഷോഭത്തിന് നേരെ പാക് സുരക്ഷാ സേന നടത്തുന്ന ക്രൂരമായ അടിച്ചമർത്തലുകളിൽ ഇതിനകം 100-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കൊല്ലപ്പെട്ടവരിലും പരിക്കേറ്റവരിലും ഭൂരിഭാഗവും 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ള ചെറുപ്പക്കാരാണ് എന്നത് സ്ഥിതിഗതികളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. സാധാരണക്കാർക്ക് നേരെ പാക് സൈന്യവും അർദ്ധ സൈനിക വിഭാഗങ്ങളും നേരിട്ട് വെടി ഉതിർക്കുകയാണ്. അടിയന്തര പ്രാഥമിക ചികിത്സകൾ നൽകാൻ താൽക്കാലിക ക്ലിനിക്കുകൾ സജ്ജമാക്കിയിട്ടുണ്ടെങ്കിലും തലച്ചോറിനും മറ്റ് പ്രധാന അവയവങ്ങൾക്കും ഗുരുതരമായി പരിക്കേൽക്കുന്ന പ്രക്ഷോഭകരെ രക്ഷിക്കാൻ ആവശ്യമായ അത്യാധുനിക മെഡിക്കൽ സൗകര്യങ്ങൾ പോയിട്ട് വലിയ ആശുപത്രികൾ പോലും ഈ പ്രദേശത്ത് ലഭ്യമല്ല. റാവലക്കോട്ട് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഉയർന്നു വരുന്നത് മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെയും സഹോദരങ്ങളുടെയും വേദനയും പ്രതിഷേധവുമാണ്. ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളോട് പാക് ഭരണകൂടവും പ്രാദേശിക സർക്കാരും കാട്ടുന്ന ക്രൂരമായ വഞ്ചനയാണ് ഈ പ്രതിഷേധങ്ങൾക്ക് പ്രധാന കാരണം. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ജനതയ്ക്ക് മിതമായ നിരക്കിൽ ആട്ടയും ഗോതമ്പും ലഭ്യമാക്കുക, അമിതമായ വൈദ്യുതി നിരക്ക് കുറയ്ക്കുക, അടിസ്ഥാന ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക തുടങ്ങിയ ലളിതമായ ആവശ്യങ്ങളാണ് പ്രക്ഷോഭകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒക്ടോബറിൽ സർക്കാരുമായി ഒപ്പുവെച്ച കരാറുകൾ പാലിക്കപ്പെടാതിരുന്നതും സമാധാനപരമായി പ്രതിഷേധിച്ച സമരക്കാർക്ക് നേരെ പാക് സൈന്യം ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടതുമാണ് സ്ഥിതിഗതികൾ ഇത്രത്തോളം സങ്കീർണമാക്കുന്നത്. നിരായുധരായ ജനങ്ങൾക്ക് നേരെ കവചിത വാഹനങ്ങളും വെടിയുണ്ടകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുമ്പോഴും തങ്ങൾ പ്രക്ഷോഭം തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് തദ്ദേശീയർ. പാക് അധിനിവേശ കശ്മീരിലെ നിയന്ത്രണം പൂർണ്ണമായും കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ പാകിസ്ഥാൻ കടുത്ത പരിഭ്രാന്തിയിലാണ്. ആഭ്യന്തര പ്രക്ഷോഭങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഭാരതത്തിലേക്ക്, പ്രത്യേകിച്ച് കശ്മീർ താഴ്വരയിലേക്ക് വീണ്ടും ഭീകരത കയറ്റി അയക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നുണ്ടെന്ന് രാഷ്ട്രീയ സൈനിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ വർഷങ്ങളായി അനുഭവിച്ചു വന്ന സൈനിക അടിച്ചമർത്തലുകൾക്കും വിവേചനങ്ങൾക്കുമെതിരെ ഉയർന്നു വന്ന പ്രക്ഷോഭ നഗരികളിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെടുകയാണ്. പട്ടിണിക്കും അടിച്ചമർത്തലിനുമെതിരെ സ്വയം സമർപ്പിക്കാൻ തയ്യാറായി തെരുവിലിറങ്ങിയ ചെറുപ്പക്കാരുടെ പോരാട്ടം പാക് സൈന്യത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും അടിത്തറ ഇളക്കുന്ന രീതിയിലേക്ക് ഇതിനോടകം വളർന്നു കഴിഞ്ഞു. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.